ഞാൻ വിളിച്ചിട്ട് സിദ്ധുവിനെ ഫോണിൽ കിട്ടുന്നേ ഇല്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട് പാറു. എവിടെ അന്വേഷിച്ചു? പാറു അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയില്ല. എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു മനസ്സമാധാനമില്ല ശശിയേട്ടൻ. അമ്മാവനോട് ഞാൻ കാണിച്ചത് വലിയ ചതി തന്നെയാണ്. എന്റെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലാണ്. സംഭവിച്ചു പോയില്ലേ ഗിരി, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ശശിയേട്ടാ, അങ്ങനെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റില്ല. ഞാൻ തകർത്തതേ അമ്മാവന് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും. നഷ്ടപ്പെട്ട ആ സ്നേഹവും വിശ്വാസവും ഇനി എനിക്ക് തിരിച്ചെടുക്കാനാവില്ല. ഈ ജന്മത്തിൽ ഇനി എനിക്കെതിരെ സാധിക്കും? ഇല്ല, ഒരിക്കലുമില്ല. മുൻവിധി ഒന്നും വേണ്ട ഗിരി. പപ്പേട്ടൻ പക്വതയും അനുഭവസമ്പത്തുള്ള ആളല്ലേ. ഈ നാട്ടിൽ ഇതുപോലുള്ള എത്ര സംഭവങ്ങൾക്കാ പപ്പേട്ടൻ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ദേഷ്യവും വാശിയൊക്കെ മാറുമ്പോൾ പപ്പേട്ടൻ നിന്റെ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കി നിന്നോട് ക്ഷമിക്കുമെന്ന എന്റെ വിശ്വാസം. എന്റെ പ്രാർത്ഥന അതാ. പക്ഷെ അത് സംഭവിക്കും. ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ നെറുകേടല്ലേ. അമ്മാവനെ പോലൊരു നല്ല മനുഷ്യനോട് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു നെറുകേട് കാണിക്കാൻ പാടില്ല. ഈശ്വര, ഈ ഗിരിയേട്ടൻ അച്ഛനെ കുറിച്ച് എന്തൊക്കെയായി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തനിനിറം ഇനി എന്നാ ഗിരിയേട്ടൻ തിരിച്ചറിയാൻ പോകുന്നത്? ഒരു മനുഷ്യനും ഒരിക്കലും ഇത്രയും പാവാവരുത്. നിന്നോട് എന്താ ഞാൻ പറയാ? വിഷമിക്കാതിരിക്കെ, എല്ലാം കലങ്ങി തെളിയുന്ന പ്രതീക്ഷിക്ക്. അങ്ങനെ വെറുതെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ശശിയേട്ടാ. അമ്മാവൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ എൻ്റെ ഈ വിഷമം മാറൂ. അതിന് ഇപ്പൊ എന്താ ചെയ്യാ? ശശിയേട്ടന് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്ത് സഹായം? എന്താണെങ്കിലും നീ പറയേ. എനിക്ക് വേണ്ടി ശശിയേട്ടൻ അമ്മാവനെ ഒന്ന് പോയി കാണാൻ പറ്റുമോ? പാപ്പേട്ടൻ ഞാൻ കണ്ടിട്ട് എൻ്റെ മനസ്സിലെ പ്രയാസം ശശിയേട്ടൻ അമ്മാവനെ എങ്ങനെയെങ്കിലും അറിയിക്കണം. എനിക്കൊരിക്കലും ഇപ്പോൾ നേരിട്ട് പോയി അമ്മാവനെ കാണാൻ അതിനുള്ള ധൈര്യമില്ല. എങ്ങനെയെങ്കിലും അമ്മാവനെ കണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കണം. എനിക്ക് വേണ്ടി അമ്മാവനോട് മാപ്പ് ചോദിക്കണം. ശരി ഗിരി, ഞാൻ പോയി പാപ്പേട്ടനെ കാണാം. ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഗിരിയേട്ട, ഒന്ന് വരൂ. ചെല്ലടാ. എന്താ പറ? നമുക്ക് പോവണ്ടേ? ആ പോ. അവരോടൊന്ന് പറഞ്ഞിട്ട്. ശശിയേട്ടാ, ലീല ചേച്ചി, ഞങ്ങളൊന്ന് ടൗൺ വരെ പോവാണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ പോവാ? ഞങ്ങളൊന്ന് ടൗൺ വരെ പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. അപ്പോ ഞങ്ങൾ വരണ്ടേ? അത് ടൗണിലേക്കോ? അത് നിങ്ങള്? അതെ, ഞങ്ങളും കൂടെ ടൗണിൽ വന്ന എന്താ കുഴപ്പം? കുഞ്ഞി, അവര് ഭാര്യയും ഭർത്താവും കൂടിയാ ടൗണിലേക്ക് പോകുന്നത്. നീ അതിനിടയ്ക്ക് കുറുമ്പുമായിട്ട് കയറി ചെല്ലണ്ട. അപ്പോ വേണ്ട അല്ലേ? വേണ്ട. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോ. വാ. വാ
അതെ, നിങ്ങൾ പതിയെ വന്നാ മതിയേ. ഏട്ടനും ഏട്ടത്തിയമ്മയും ടൗണിൽ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വാ. ഗിരിയേട്ടാ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. പാറു വെറുതെ ചാരിയിരുന്നാ മതി, പിള്ളേരോട്ടനെ വരുമല്ലോ. ആ പോവാം. അതെ, പാറു പറഞ്ഞോ. എന്റെ കാര്യത്തില് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്താ പാറു അങ്ങനെ ചോദിച്ചത്? ദിവസങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പോവുക. സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ഗിരിയേട്ടൻ സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ വിളിച്ചിട്ട് സിദ്ധുവിനെ ഫോണിൽ കിട്ടുന്നേ ഇല്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട് പാറു. എവിടെ അന്വേഷിച്ചു? പാറു അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയില്ല. അതാ ഞാൻ പാറുവിനോടൊന്നും പറയായിരുന്നത്. വെറുതെ പാറുവിനെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പാറു അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സമാനായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ ഡോക്ടറെ നമുക്ക് കണ്ടുപിടിക്കാം. എത്രയും പെട്ടെന്ന് വേണം. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. പാറു അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കരിനേലി കാവലമ്മയോട് ഞാനെന്നും പാറുവിൻ്റെ വിഷമം പറഞ്ഞ് പ്രാർത്ഥിക്കാറുമുണ്ട്. അമ്മ എത്രയും വേഗം ഡോക്ടറെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. പാറു വിഷമിക്കണ്ട, എല്ലാം ശരിയാവും.